ശനീനെ ആരാധിക്കുക. ശനി നവഗ്രഹങ്ങളുടെ അമ്പലങ്ങളിൽ പോയി ശനിക്ക് നീരാഞ്ജനം കഴിക്കുക. അയ്യപ്പൻ്റെ അമ്പലം അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പക്കപ്പിറന്നാൾ തോറും ഈ നമ്മൾ എള്ള് പായസം കഴിക്കുക. ഒന്നും വേണ്ട, സ്വാമിയെ ശരണമയ്യപ്പം വിളിക്കാൻ പറ്റും. ഹിന്ദുക്കളാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിളിക്കാം. അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്കും വിളിക്കാം, എല്ലാവർക്കും വിളിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇനി അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഈ 7 ശനി വന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അയ്യപ്പനെ ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരവരുടേതായ വിശ്വാസങ്ങളിലുള്ള ഏതാണോ അവരുടെ വിശ്വാസം, ആ വിശ്വാസ പ്രമാണങ്ങളെ മുറുക്കി പിടിച്ച് മറ്റ് നെഗറ്റീവായിട്ടുള്ള ശക്തികളെ ആരാധിക്കാതെ, മറ്റ് നെഗറ്റീവ്സായിട്ടുള്ള തോട്ട്സും തിങ്കിങ്ങും ഒക്കെ ഒരാൾ നന്നാകുന്നതിൽ അസൂയ, കുശുമ്പ്, വൈരാഗ്യം ഇതൊക്കെ മാറ്റി നമ്മൾ ദൈവത്തിലോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചാൽ മതി. അതിനിപ്പോൾ ഏത് മതത്തിലെ ദൈവത്തിന് വേണമെങ്കിലും അവിടെയൊക്കെ പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ സ്നേഹം, കരുണ, ദയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരിക, നമ്മുടെ മനസ്സൊന്ന് വൃത്തിയാക്കുക. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ അവിടെ സ്നേഹത്തിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തനിയെ പതുക്കെ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ചില സമയങ്ങളിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിന്ന സമയത്ത് എനിക്ക് ആ ഒരു വീട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ആ ലോൺ എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അതെങ്ങനെ കിട്ടി, ഇത്രയും ദുരിതാവസ്ഥയിൽ നിന്നപ്പോഴും എനിക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. ആ സാധിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം. അപ്പോൾ ദൈവത്തിനെ മുൻനിർത്തി നമ്മുടെ ശുദ്ധമായ മനസ്സും നമ്മുടെ ചിന്തകളും ഒക്കെ മാറ്റണം. എന്നിട്ട് നമ്മൾ സ്നേഹപരമായ രീതിയിൽ ദൈവത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു തുണ വരും. ഇനി അതിലെന്തെങ്കിലും വിഘ്നങ്ങൾ എവിടെയെങ്കിലും ഗ്രഹനിലയിലോ കാര്യങ്ങളിലോ ഒക്കെ വരികയോ, അതുപോലെ ഈ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടകലർന്ന് വന്നാൽ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല അതിൽ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജിസ്റ്റിനെ കണ്ടേ മതിയാവൂ. കാരണം ഒരു പനി വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്കാണെങ്കിൽ പെപ്പാൻ്റെ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ കാലിപ്പോൾ കൊടുക്കും, എന്നിട്ടൊക്കെ ഒന്ന് വാച്ച് ചെയ്യും. ഇനി പഴയ രീതിയിലാണെങ്കിൽ ഒരു പനിക്കൂർക്ക ഒക്കെ കൊടുക്കും. ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ പോവില്ലേ, അടുത്തുള്ള ഒരു ഡോക്ടറെ, ഏത് ഡോക്ടറായാലും പോകും നമ്മൾ. ആയുർവേദ ആയാലും തൊട്ടടുത്തുള്ള ഒരാളെ ചെന്ന് കണ്ട് അതും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വേഗം ഒരു പീഡിയാട്രിഷനെ പോയി കാണും. അപ്പോൾ അതേപോലെ തന്നെയാണ് അസ്ട്രോളജിയുടെ കാര്യത്തിലും. നമ്മൾ തീർച്ചയായിട്ടും മടി വിചാരിക്കരുത്. നമുക്കൊരു പനി വന്ന് നമ്മൾ ഈ പറഞ്ഞ ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്തു, നമ്മളൊന്ന് ധ്യാനിച്ചു, നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി, നമ്മുടെ മനസ്സ് വൃത്തിയാക്കി, നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ എല്ലായിടത്തും വരും. സന്ധ്യാദീപം വയ്ക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ ഒന്ന് വിളക്കൊക്കെ വെച്ച് നമിച്ച് നമ്മൾ ജോലിക്കിറങ്ങുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ചിട്ടയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.